ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ഇവിടെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നത്. അതായത് കുസാറ്റോ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വെക്കേഷൻ പ്രോഗ്രാം ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടുന്ന ഈ ഒരു കുട്ടികൾക്ക് വളരെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് അഭിമാനിക്കാം. ഇത് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്. നമസ്കാരം സാർ. നമസ്കാരം. പേര്? എൻ്റെ പേര് ഡോക്ടർ അബേഷ് രഘുവരൻ എന്നാണ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. എന്തൊക്കെയാണ് ഈ CCSന്റെ ഈ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, CSIS എന്നാണ് ചുരുക്കപ്പേര്. സത്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയെ സംബന്ധിച്ച് ഇത് മുഴുവനായും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്ററാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്കൂൾ കുട്ടികൾക്ക് എന്താണ് കാര്യം എന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടാകും. ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികളെ ശാസ്ത്രവുമായി അടുപ്പിക്കുക, അവരെ ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്ര വിഷയങ്ങളോട് താല്പര്യമുണ്ടാക്കുക. അത്തരം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, കുറേ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഞങ്ങളുടെ പരിപാടികൾ എന്ന് പറയുന്നത് 1 ഡേ അറ്റാച്ച്മെൻറ്റ് പ്രോഗ്രാം. അതായത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് ഒരു ദിവസം ഇവിടെ വന്ന് ഒരു ദിവസം അവർക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഈ സ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെയുള്ള വിവിധ ലാബുകൾ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയണമെങ്കിൽ ഒത്തിരി സമയം വേണം. ഞങ്ങൾക്കൊരു എടുപ്പ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, ബയോളജി ലാബ്, സ്റ്റെം ലാബ്, ആസ്ട്രോ ലാബ്, ഒരു നല്ലൊരു ലൈബ്രറി, ഒപ്പം ISROയുടെ പവലിയനുണ്ട്, IEEEയുടെ ഒരു പവലിയൻ, ഒരു ലാബുണ്ട്. ഏറ്റവും ഞങ്ങളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സയൻസ് പാർക്കാണ്. സയൻസ് പാർക്കിൽ 100-ലധികം ചെറിയ ചെറിയ ഇൻസ്റ്റലേഷൻസ് ആണുള്ളത്. ഈ ഓരോ സ്ഥലത്തും കുട്ടികൾ പാർക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സയൻസ് പാർക്ക്, അതായത് ചെന്ന് ഒരു പാർക്കിൽ കളിക്കുന്നു. അതേ സമയം തന്നെ ആ കളിക്കുന്ന കാര്യങ്ങളിലുള്ള ശാസ്ത്രം എന്താണ്, അതിന് പിന്നിലെ ശാസ്ത്രം എന്താണ് എന്ന് കുട്ടികളെ അധ്യാപകർ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ പിന്തുടരുന്നത്. അത് 1 ഡേ പ്രോഗ്രാം എന്നുള്ളതാണ് ഒരു പരിപാടി ഞങ്ങളുടേത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി STDP, സ്റ്റുഡൻസ് ടാലൻറ്റ് ആൻഡ് ടോട്ടൽ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വെക്കേഷൻ പ്രോഗ്രാം. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ 2 മാസങ്ങളിലാണ് വെക്കേഷൻ കുട്ടികൾക്ക്. ആ സമയത്താണ് നമ്മൾ വെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ വെക്കേഷൻ പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 100 കുട്ടികൾ ഒരു ബാച്ചിൽ വരുന്ന രീതിയിൽ 2 ബാച്ചായിട്ടാണ് ഒരു മാസം ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഏപ്രിലിൽ 2 ബാച്ച്, മെയ്യിലെ 2 ബാച്ച്, അങ്ങനെ അവരുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് എല്ലാ വിധത്തിലും എന്താ പറയുക, ഒരു സയൻസ് മാത്രമല്ല അതിൽ വരുന്നത്, എല്ലാ തരത്തിലുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഞങ്ങൾ നിറച്ചിരിക്കുന്നത്. അതിനുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അത് ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും ഒത്തിരി ആക്ടിവിറ്റീസ് ഞങ്ങൾ എല്ലാം ഒരു പുതുമയാർന്ന കുറേ ആക്ടിവിറ്റീസാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒരു മാസം ഞങ്ങൾക്കിവിടെ കുട്ടികളെ കിട്ടുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് പരിപാടി നടക്കുന്നത്. ഒന്ന് 8:30 തൊട്ട് 12:30 വരെയുള്ള ഒരു ബാച്ചും 10:30 തൊട്ട് 3:30 വരെയുള്ള മറ്റൊരു ബാച്ചും. ഇങ്ങനെ 2 ബാച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് കലാപരമായിട്ടോ കായികപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് പോയിട്ട് അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ്. അത് 8:30 അവരിവിടെ വരണം. കറക്റ്റ് 12:30 പരിപാടി കഴിയുകയും അവർക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം. അതല്ല, ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുക, എവിടെയെങ്കിലും നല്ലൊരു സുരക്ഷിതമായിട്ട് സ്ഥലത്ത് അവരെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് വരുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ 10:30 തൊട്ട് 3:30 വരെയുള്ള ബാച്ചിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ 10:30 ക്ലാസ് തുടങ്ങും, അതിനുശേഷം 3:30 അത് അവസാനിക്കും. ഇനി ഷുക്കൂർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, മറ്റുള്ള വെക്കേഷൻ ക്ലാസ്സുകളിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങളുടെ വെക്കേഷൻ പ്രോഗ്രാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. എല്ലാ നാനാ തുറകളിലുള്ള കുട്ടികളുടെ വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പ്രധാനമായും നേരത്തെ ഞാൻ പറഞ്ഞ ലാബുകളിലും പാർക്കുകളിലുമുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസിന് പുറമെ
ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മറ്റ് വിഷയങ്ങൾ, ഇപ്പം പിന്നെ ഇവിടെ നമുക്കൊരു ലോ ഡിപ്പാർട്ട്മെൻറ്റ് കുസാറ്റിലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂട്ട് കോർട്ട്, ഒരു അവിടുത്തെ കുട്ടികളെ കൊണ്ട് ഒരു കോടതിയുടെ ഉൾവശം നമ്മൾ ഒന്നുകൂടെ സ്ഥാപിക്കാൻ പോവുകയാണ്, ഒരു വലിയൊരു ഹാളിൽ. അപ്പോൾ കുട്ടികൾക്ക് ഇരുന്നു കൊണ്ട് എന്താണ് ഒരു കോടതിയിൽ സംഭവിക്കുന്നത്, ഒരു ജഡ്ജി ഇരിക്കുന്നു, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിചാരണ നടക്കുന്നു, വക്കീലന്മാരത് വാദിക്കുന്നു, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കുട്ടികൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് നല്ല ഭംഗിയിലായിട്ട് കുട്ടികളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു മൂട്ട് കോർട്ട് പ്രോഗ്രാം നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് മോഡൽ പാർലമെൻറ്റ്. ഒരു നമ്മുടെ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ എന്താണ്, കുട്ടികൾ സോഷ്യൽ സയൻസും അറിയണം. പാർലമെൻറ്റിലൊക്കെ എങ്ങനെയാണ് പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് ഒരു മോഡൽ പാർലമെൻറ്റ് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ മറ്റൊരു പ്രോഗ്രാമായിട്ട് ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വളരെ വിജയകരമായി നടത്തിയ ഒരു പരിപാടിയാണ് ഫുഡ് ഫെസ്റ്റ്, കുട്ടികളുടെ ഫുഡ് ഫെസ്റ്റ്. കുട്ടികൾ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്ന് ഒരു സെൻട്രലൈസ്ഡ് ഇവിടെ കുസാറ്റിലെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പ്രൊഫസർമാരും ഒക്കെ ഇവിടെ വന്ന് കുട്ടികൾ ഉണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുകയും അവർ പൈസ കൊടുത്തത് വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. ഒന്ന് അവർ എന്താണ് ഒരു കുക്കിംഗ് എന്നുള്ള സംഭവം പഠിക്കുകയാണ്, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുകയാണ്. അതിനൊക്കെ അപ്പുറം അവർ കുട്ടികൾ ക്യാൻവാസ് ചെയ്യുകയാണ്. ആൾക്കാരത് ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, പ്രത്യേകതകൾ ഇതാണെന്ന് പറയുമ്പോൾ അവർ ഈ അന്തർമുഖന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഈ ആൾക്കാരുമായിട്ട് ഇടപഴകാനും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു അവസരം കിട്ടുകയാണ്. അപ്പം ഇത്തരം കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് സാധാരണ കിട്ടാൻ പറ്റാത്ത മൂല്യങ്ങൾ, ഇപ്പം മാനുഷിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ പരിപാടികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. അപ്പോൾ ഇത്തരം കുറേ, പിന്നെ പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് ന്യൂസ് പേപ്പർ വായന. ഈ ഒരു മാസം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ന്യൂസ് പേപ്പർ വായിച്ചേ പറ്റും. അത് പേരൻസിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. പിന്നെ ഡയറി എഴുതുക, പിന്നെ ഇവിടെ കുറേ സയൻറ്റിസ്റ്റുമാരുടെ സ്റ്റാച്യൂസ് ഉണ്ട്, അപ്പോൾ അതുമായിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ആ കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് തയ്യാറാക്കുക. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചേക്കാണ്, ഒത്തിരി കാര്യം. ഇപ്പോൾ ട്രാഫിക് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങൾ നടത്തുക, അങ്ങനെ ഒത്തിരി പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഒരു മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ. ഒത്തിരി ഒരു ഇൻപുട്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് തരുന്നത്, ആദ്യം ഇവിടെ വരുന്ന കുട്ടിയായിരിക്കത്തില്ല ഒരു മാസത്തിന് ശേഷം. അത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ അനലൈസ് ചെയ്തതാണ്, കുട്ടികളിൽ എന്താണ് മാറ്റം, അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട, പേരൻസ് ഇങ്ങോട്ട് പറയുകയാണ് പതിവ്. ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആയിട്ടുള്ള ആ ബന്ധവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരം ഒരു ആക്ടിവിറ്റീസിലൂടെയാണ്. അതായത് ഒരു ബോൾ നമ്മൾ ഒരു ഉയരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് വിട്ടുകൊണ്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിലുള്ള കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. വളരെ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ് ഷുക്കൂർ ചോദിച്ചത്. അതായത് നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കാനുള്ള സൗകര്യമോ മറ്റോ യൂണിവേഴ്സിറ്റിയിലില്ല. അവിടുത്തെ ഈ സമയത്തും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹോസ്റ്റൽ അവൈലബിൾ അല്ല. അപ്പം മെയിൻലി ഈ അടുത്ത് ഇപ്പം ദൂരത്തുള്ള കുട്ടികളുടെ കാര്യം ചോദിക്കുമ്പം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നത് എറണാകുളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളുണ്ടെങ്കിൽ ബന്ധു വീടുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പോയി പഠിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് മറ്റ് അടുത്ത് ചില ഹോസ്റ്റലുകളൊക്കെ ഈ നമ്മുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പം അവിടെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഇപ്പം 4-5 കുട്ടികളുണ്ടെങ്കിൽ ഒരു റൂം എടുത്തിട്ട് ഒരുമിച്ച് അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഇതിനകത്ത് പങ്കെടുത്തൊക്കെ പോകാൻ കഴിയുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പം ഭക്ഷണമോ അക്കോമഡേഷനോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് അവർക്ക് നോമിനൽ റേറ്റിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിച്ച് നമുക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്തിച്ചുള്ള സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ദൂരത്തു നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ പുറത്ത് സൗകര്യം ഉണ്ട്, നാമമാത്രമായ സൗകര്യമാണ്, എങ്കിൽ പോലും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഹോസ്റ്റലുകളിൽ നിന്നുകൊണ്ടും ഭക്ഷണം ഇവിടുത്തെ ക്യാൻറ്റീനുകളിൽ നിന്ന് കഴിച്ചുകൊണ്ടും പിന്നെ എറണാകുളം ബേസ്ഡ് ആയിട്ട് ഉള്ള ബന്ധുവീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ടുമൊക്കെ ഉള്ള ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പം കഴിഞ്ഞ വർഷവും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും തെക്കൻ പ്രദേശങ്ങളിൽ കൊല്ലം,
തിരുവനന്തപുരത്ത് നിന്നൊക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ അക്കോമഡേഷനും ഒക്കെ ഉള്ളൊരു കാര്യം നമുക്ക് ഏറ്റെടുക്കാനുള്ളൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് പേരൻസ് തന്നെ എൻഷുർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കാറാണ് പതിവ്. ഇത് നമ്മുടെ CCSന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പവലിയനാണ്, ഒരു സെൻ്ററാണ്. ISROയുടെ പവലിയൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പം സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെറിയ ഒരു സ്പേസിൽ അവരുടെ സഹായത്തോടെ തന്നെ നമ്മളിവിടെ ഒരുക്കിയിരിക്കുകയാണ് ഒരു ISRO പവലിയൻ. അപ്പോൾ കുട്ടികൾക്ക് ISROയുടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അവർക്കതൊന്ന് സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പം ഇവിടെ സന്ദർശിക്കുന്നതോടുകൂടി അത്യാവശ്യം ISROയുടെ വിവരങ്ങളും അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുകയും മോഡലായിട്ട് നമ്മളിവിടെ വെച്ചുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് അതിലേക്കൊരു താല്പര്യം വളർത്തുക എന്നുള്ളതാണ്. ഇവിടെ വന്ന കുട്ടികൾക്ക് ഇതിന് ശേഷം പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ISROയുടെ ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്നൊരാഗ്രഹം വന്നു എന്നുള്ള രീതിയിൽ കുട്ടികൾ സംസാരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവമാണ് എൻ്റെ ബാക്കിലുള്ളത്. ISRO ഈ കുസാറ്റിന് വേണ്ടിയിട്ട് GSLVൻ്റെ റോക്കറ്റിൻ്റെ ഒരു മോഡല് ഇവിടെ ഇവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അഭിമാനിക്കാം. ഏതൊക്കെ കാറ്റഗറിയുള്ള കുട്ടികൾക്കാണ് ഇത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക? നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും പറ്റില്ല. കാരണം ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ഒരു മാനസിക തുടക്കം ഉണ്ടവർക്ക് മാത്രമേ അവർക്കിത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു വെക്കേഷൻ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. 5, 6, 7, 8 വരെയുള്ള കുട്ടികളെ നമ്മൾ ജൂനിയർ ബാച്ചായിട്ടും 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ സീനിയർ ബാച്ചായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അയ്യോ എൻ്റെ മോൻ 5ാം ക്ലാസ്സിലാണ്, അവൻ ഈ 10ാം ക്ലാസ്സിലെ കുട്ടിയായിട്ട് എങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കും? അങ്ങനെ വ്യവലാതിയൊന്നും വേണ്ട. 5, 6, 7 കുട്ടികളെ നമ്മൾ ഒരു കാറ്റഗറി ആയിട്ടും 8, 9, 10 വേറൊരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലോട്ട് കയറുന്നത്, അതും ക്ലിയർ ആയിട്ട് പറയണം. കാരണം കഴിഞ്ഞ വർഷം 10ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. ഈ വർഷം 10ലേക്ക്, അത് അടുത്ത അക്കാഡമിക് ഇയർ 10ലേക്ക് പോകുന്ന കുട്ടികൾ വരാം. 5ാം ക്ലാസ്സിലേക്ക് കയറുന്ന കുട്ടി ഇപ്രാവശ്യം 4ാം ക്ലാസ്സിലായിരുന്നു, അവൻ അടുത്ത വർഷം 5ാം ക്ലാസ്സിലാണ്. അങ്ങനെയുള്ള 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇത് ഓഫർ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ ഫീസ് ഘടനയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെയൊക്കെ ഒരു കുട്ടിക്ക് 10 കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് ഇവർക്ക് മെൻറ്റർ ചെയ്യുക. ഒരു ടീച്ചറിനെ കൊണ്ട് ഇവർ എല്ലാ ദിവസവും ഇവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെയാണ്. അപ്പം ഇവർക്ക് ഒത്തിരി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരും. എല്ലാം കൂടെ ചേർന്നുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഫീസായിട്ട് വെച്ചിരിക്കുന്നത്. 7,500 രൂപയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഫീസ്. ഇതിൽ 1,500 രൂപ കുട്ടികൾ വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയലായിട്ട് അവരുടെ ബാഗും ബുക്ക്, അവർക്ക് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് എല്ലാമായിട്ട് നമ്മൾ അപ്പം തന്നെ തുടക്കത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ 7,500 രൂപയാണ് ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ ആയിട്ട് 1 മന്തിലെ വരുന്നത്. ഇതിന് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും വല്ലതും കിട്ടും? തീർച്ചയായും. ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഒത്തിരി മത്സരങ്ങൾ, അതൊരു പ്രത്യേക അട്രാക്ഷൻ പറയാൻ വിട്ടുപോയതാണ്. ഒത്തിരി മത്സരങ്ങൾ നടന്നുണ്ട്. ക്വിസ് മത്സരങ്ങൾ, ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമ ഒക്കെ നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മത്സരങ്ങൾ നടന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഇവർക്ക് സമ്മാനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം താങ്കൾ ഷുക്കൂർ ചോദിച്ച പോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഓത്തൻറ്റിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സമയത്താണ് ഇതിന് അപേക്ഷിക്കേണ്ടത്? അപേക്ഷിക്കേണ്ട സമയമാണ്. അതായത് ജനുവരിയിലാണ് നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോയത്. ജനുവരി, ഫെബ്രുവരി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പൂർത്തിയാകാറാവുന്നു. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക. കാരണം ആദ്യം വരുന്ന ഇത്ര നമ്പർ കുട്ടികൾക്കാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നമ്പർ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ബാച്ചിൽ 100 കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളെ എടുക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യം ബുക്ക് ചെയ്യുന്ന 100 കുട്ടികൾക്കാണ്. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നമ്മൾ മാർച്ച് മാസം എത്ര വരെയാണോ അത് ഫില്ല് ചെയ്യുന്നത് അതുവരെ പോകും. അത് എന്ന് ഡേറ്റും നമുക്ക് പറയാനാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പം ബുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങളിപ്പം മുന്നിൽ കാണിച്ചിട്ടുള്ള ഒരു നമ്പർ, നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഓഫീസിലൊരു സ്റ്റാഫ്
കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം അവരെ ചോദിച്ച് ദൂരീകരിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇമെയിലായിട്ട് ഒരു ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചയക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിങ്ങൾ അഡ്മിറ്റായി എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അതിൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിലെ വെക്കേഷൻ പ്രോഗ്രാമിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുക.